ദൈവകരങ്ങളിലാണ് നാം എന്നും അവിടുന്ന് നമ്മെ നടത്തുന്നു എന്നും പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ പരിഭ്രമം നമ്മെ വിട്ടുമാറുന്നു. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കും. ഇന്ന് അതുതന്നെ ചിന്തിക്കാം. ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2011 ഒരു ക്യാൻസർ രോഗിയുമായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയത് ഞാൻ ഓർക്കുന്നു. അവിടുത്തെ ക്യാൻസർ ചികിത്സാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരുടെ മുൻപിലിരിക്കുമ്പോൾ അവർ ആ രോഗിയോടും എന്നോടുമായി പറഞ്ഞത്, പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 6 മാസം വരെ ജീവിക്കാം. ഞങ്ങൾക്ക് ചികിത്സിക്കുവാൻ മാത്രമേ കഴിയൂ. സൗഖ്യം തരുന്നത് ദൈവമാകുന്നു. അവനോട് പ്രാർത്ഥിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോയാൽ ഒരുപക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനേക്കാൾ ഏറെ വർഷങ്ങൾ നിങ്ങൾ ജീവിച്ചു എന്ന് വന്നേക്കാം. അന്ന് ഞാൻ കൂടെ പോയി ചികിത്സയ്ക്കായിട്ടൊരുങ്ങിയ രോഗി എൻ്റെ ഭാര്യ തന്നെയാണ്. ദൈവം ഇന്നോളം സഹായിക്കുന്നതിനാൽ ഇന്നും ആൾ എൻ്റെ കൂടെ ജീവിക്കുന്നു. ദൈവത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയൂ എന്ന് തോന്നുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. ദൈവത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ശക്തിയുമുണ്ട്. ജീവിതത്തിൻ്റെ മറ്റേ തലക്കിലെത്തി എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവസരങ്ങളുണ്ടായി എന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സർവശക്ത സഹായം അരുളിയാലും എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർക്ക് തക്ക സമയത്ത് ദൈവം സഹായം നൽകും. ഒരുപക്ഷെ നാം ചോദിക്കുന്നത് അതേപടി ലഭിച്ചെന്ന് വരില്ല. എന്നാൽ സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ ധൈര്യം തീർച്ചയായും നമുക്ക് ലഭിക്കും. കോരഹപുത്രന്മാർ 46-ാം സങ്കീർത്തനം പാടുമ്പോൾ അളമുട്ടിയ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവം ഏറ്റവും അടുത്ത തുണ എന്ന്. നമുക്കാവശ്യമായ നിമിഷം അടുത്തു വരുന്ന സർവശക്തൻ. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സർവപര്യാപ്തതയും പരിത്രാണവും പരമാധികാരവും കാണുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണും. ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ പിതാവായ മാർട്ടിൻ ലൂതറെ ഉറപ്പിച്ചു നിർത്തിയ സങ്കീർത്തനമാകുന്നു ഈ 46-ാം സങ്കീർത്തനം. ഇന്നത്തെ പഠനം ആ സങ്കീർത്തനത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. 46-ാം സങ്കീർത്തനം എടുത്താട്ടെ. 46 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങൾ നാം ചിന്തിക്കുന്നതാണ്. എടുത്താട്ടെ 46-ാം സങ്കീർത്തനം. നാം 45-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഈ സങ്കീർത്തനങ്ങളിലൊക്കെ മശിഹായെക്കുറിച്ച് പറയുന്ന ഭാഗം വളരെ പ്രസക്തമാകുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 46-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ ഒരു ഗാനമാണ് നാം അതിൽ കാണുന്നത്. ദൈവം നമ്മുടെ സങ്കേതം. രാജാവ് തൻ്റെ രാജ്യം 1000 ആണ്ട് വാഴ്ചയിലേക്ക് നയിക്കുന്നതാണ്. അതെ, ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുവാൻ വരുന്നതിനെക്കുറിച്ചാണ് 45-ാം സങ്കീർത്തനം വെളിപ്പെടുത്തുന്നത്. അതിനെ തുടർന്നുള്ള 3 സങ്കീർത്തനങ്ങൾ ഈ രാജ്യത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് 46-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കന്യകമാരുടെ ശബ്ദം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സങ്കീർത്തനം വിടുതലിൻ്റെ ഒരു ഗാനമാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ പാടിയ വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും മറ്റൊരു ഗാനം ആയിട്ടാണ് ഇത് നമ്മെ സൂചിപ്പിക്കുന്നത്. അവർ മോശയുടെ ഗാനം പാടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരാണ് പാട്ടിന് നേതൃത്വം കൊടുത്തത്? മോശ നല്ല ഒരു പാട്ടുകാരനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട്
മോശയുടെയും അഹറോന്റെയും സഹോദരിയും പ്രവാചകിയുമായ മിരിയാം തപ്പെടുത്ത് പാട്ടിന് നേതൃത്വം കൊടുത്തു. തപ്പുകൾ എടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് സ്ത്രീകൾ അവളോടുകൂടെ ചേർന്നു. മോശയും ഇസ്രായേൽ മക്കളും പാടിയപ്പോൾ മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. പുറപ്പാട് ദിവസം 15 അധ്യായത്തിൻ്റെ 21 വാക്യം. അതുകൊണ്ട് ആ സമയം പാട്ടിന് നേതൃത്വം കൊടുത്തതും പാടിയതും മോശയുടെ സഹോദരിയായ മിരിയാമായിരുന്നു. ഒരു വലിയ വിജയത്തിൻ്റെ ആഘോഷമായിരുന്നു അത്. ഭാവിയിൽ ഇസ്രായേലിലെ ശേഷിപ്പ് ക്രിസ്തു വരുമ്പോൾ തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കപ്പെടും. അപ്പോൾ അവർ ഒരു വലിയ വിജയം ആഘോഷിക്കുന്നതത്രേ. ഈ സങ്കീർത്തനത്തിൻ്റെ യഥാർത്ഥ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 45-ാം സങ്കീർത്തനത്തിന് ശേഷം ഇത് വന്നു. 47, 48 സങ്കീർത്തനങ്ങളോട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നാം ദൈവത്തിൻ്റെ പര്യാപ്തത, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ സർവശ്രേഷ്ഠത എന്നിവ കാണുന്നു. ദൈവത്തിൻ്റെ പര്യാപ്തത അഥവാ ദൈവം മതിയായവൻ എന്നുള്ള ആ ഭാഗം നമുക്ക് നോക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇത് അതിമനോഹരമായൊരു വാഗ്ദത്തമാണ്. എന്നാൽ ഇത് വാസ്തവമാണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്ന് ചിലർ ചോദിച്ചേക്കാം. വേദപുസ്തകം അപ്രകാരം പറയുന്നത് കൊണ്ട് ഇത് സത്യമാകുന്നു. ഇത് സത്യമാകുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്ന് ഉള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കഷ്ടതയുടെ സമയത്ത് താങ്കൾക്ക് ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ കഴിയും. നാം പലപ്പോഴും കുറുക്കുവഴികൾ തേടിപ്പോകാറുണ്ട്. ദൈവത്തിൻ്റെ കഴിവിനെ മനസ്സിലാക്കാത്തതുകൊണ്ട് അനേകം വിശ്വാസികൾ കഷ്ടതയുടെ സമയത്ത് ദൈവത്തിൽ ആശ്രയം വെക്കുന്നില്ല. ദൈവം സകലത്തിനും മതിയായവനാകുന്നു എന്ന് ഈ പറയുന്ന ആളുകൾ പഠിച്ചിട്ടില്ല. നമ്മെ ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമുക്ക് ആവശ്യം. ഏത് സാഹചര്യത്തിലും ദൈവം മതിയായവനാണ്. ഭൂമി മാറിപ്പോയാലും, അതെ, ഭൂമി മാറിപ്പോകുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലേക്കും ഏറ്റവും അസാധാരണമായ ഒരു സാഹചര്യമാണല്ലേ. നിങ്ങൾക്ക് ഭൂമി എപ്പോഴെങ്കിലും മാറിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുമോ? എന്നിട്ട് നിങ്ങൾ ശൂന്യതയിൽ നിൽക്കേണ്ടതായി വരുന്ന ഒരവസ്ഥ. തങ്ങൾക്ക് മാത്രമേ കഷ്ടതകളുള്ളൂ എന്നാണ് അനേക ആളുകളും ചിന്തിക്കുന്നത്. ഓരോരുത്തർക്കും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും. എന്നാൽ കഷ്ടങ്ങളിൽ ദൈവം മതിയായവനാകുന്നു എന്ന് ദൈവജനം കണ്ടെത്തുന്നു. 46-ാം സങ്കീർത്തനം മാർട്ടിൻ ലൂതറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനമായിരുന്നു എന്ന് സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമ്മുടെ ശക്തമായ കോട്ട എന്നർത്ഥമുള്ള ഗാനം അദ്ദേഹം രചിച്ചപ്പോൾ ഈ സങ്കീർത്തനം മാർട്ടിൻ ലൂതറിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഴിഞ്ഞകാല വിശ്വാസികൾ ഇത് വാസ്തവമാകുന്നു എന്ന് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് താങ്കളുടെയും ജീവിതാനുഭവമല്ലേ? താങ്കളുടെ പ്രശ്നങ്ങൾക്ക്, കഷ്ടതകൾക്ക്, ആവശ്യങ്ങൾക്കെല്ലാം അവൻ മതിയായവനാകുന്നു എന്ന് താങ്കൾക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ പരക്കം പാച്ചിൽ കൊണ്ട് നാം നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ, യാതൊന്നും നേടിയിട്ടില്ല എന്ന് ചുരുക്കം. 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നാം കാണുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ നദി ഒരു പ്രതീകമാകുന്നു എന്ന് ചിലർ ചിന്തിക്കുന്നു. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളുടെയും പോഷണത്തിൻ്റെയും ഒഴുക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു നദി, അത് ദൈവത്തിൻ്റെ വചനമാണ്. 1-ാം സങ്കീർത്തനം നാം പഠിച്ചപ്പോൾ കണ്ടത്, ഭാഗ്യവാനായ മനുഷ്യൻ, അനുഗ്രഹീതനായ മനുഷ്യൻ ദൈവവചനമാകുന്ന ആറ്റരികത്ത് നട്ടിരിക്കുന്നവനാകുന്നു എന്നാണ്. ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും കണ്ടതായി പറഞ്ഞിരിക്കുന്നു. ഒരു നദി, ദൈവവചനം. 5 മുതലുള്ള വാക്യങ്ങളിൽ 7 വരെ
ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. മഹാപീഡന കാലത്തെ കഷ്ടതകളെ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അന്ധകാരപൂർണമായ സമയത്ത് ശത്രു വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ വന്നപ്പോൾ അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. എന്നാൽ ഇപ്പോൾ വിടുവിക്കപ്പെട്ട വിശ്വസ്ത ശേഷിപ്പ് അവൻ്റെ സ്തുതിയുടെ ഗാനം പാടുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നതാണ് അവരുടെ സ്തുതിഗാനം. ഇനിയും ദൈവത്തിൻ്റെ സർവ്വശ്രേഷ്ഠതയെക്കുറിച്ച് നാം കാണുന്നു. 8ഉം 9ഉം വാക്യങ്ങളിൽ, വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അതെ, ന്യായവിധിക്കായി മശിഹ ഭൂമിയിൽ വന്നു. അവനാണ് ഭൂമിയിൽ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നതും വില്ലൊടിക്കുകയും കുന്തങ്ങൾ മുറിക്കുകയും ചെയ്യുന്നത്. രഥങ്ങളെ തീയിലിട്ട് ചുടുന്നവൻ അവനാണ്. ഭൂമിയിലെ അവസാന ദിവസങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൻ്റെ കെടുതികളും നാശനഷ്ടങ്ങളും മരിച്ചവരുടെ ശവങ്ങളും എല്ലായിടത്തും ചിതറിക്കിടക്കുന്നത് കാണുമെന്നത്ര പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവമുണ്ട് എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടി മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രാജാവ് വന്ന് ഭൂമിയിൽ നിന്ന് സകല അനീതിയും തുടച്ചു മാറ്റും. 10ഉം 11ഉം വാക്യങ്ങളിൽ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഈ മനോഹരമായ സത്യം അറിഞ്ഞാൽ നമുക്ക് കഷ്ടതയുടെ സമയത്ത് ശാന്തമായിരിക്കാൻ കഴിയുമില്ലേ? ഇല്ലേ? നാം ഒരു ദുഷ്ടലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ചുറ്റുപാടും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. ഭയങ്കരമായ വ്യതിയാനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ശാന്തമായിരിക്കാനാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. നമ്മുടെ മുൻഗണനയിൽ നാം ശ്രദ്ധിച്ചു മുന്നേറണം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരിക്കലൊരു പടകിലായിരുന്നു. കാറ്റും കോളും വർദ്ധിച്ചപ്പോഴും യേശു ഉറങ്ങുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഉറക്കം നടിക്കുകയല്ലായിരുന്നു, അവൻ ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തിയപ്പോൾ യേശുവിനവരെ ശാന്തമാക്കുന്നതിന് കടലിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുന്നതിനേക്കാൾ അധികം പ്രയാസപ്പെടേണ്ടതായി വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മിൽ പലരും ആ ശിഷ്യന്മാരെ പോലെയാണ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക അതെന്താകുന്നു എന്ന് നമുക്കറിയില്ല. ഭാവിയിൽ വളരെ അനുഗ്രഹകരമായി തീരുന്ന സങ്കീർത്തനങ്ങൾ അത്രേ ഇത്. എന്നാൽ ഇത് ഇന്നും ദൈവജനത്തിന് അനുഗ്രഹവും ആശ്വാസവുമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും മനോഹരമായ കാര്യമത്രേ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിലേക്കാണ് ഇനി നാം വരുന്നത്. 1000 ആണ്ട് വാഴ്ചയിലെ സ്തുതിയും ആരാധനയുമാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. 1000 ആണ്ട് വാഴ്ചയെ ചിത്രീകരിക്കുന്ന മറ്റൊരു സങ്കീർത്തനമാണിത്. ഭൂമിയിലെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുന്ന ക്രിസ്തുവിൻ്റെ ആരാധനയും സ്തുതിയുമാണ് ഇതിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം വാക്യങ്ങൾ, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഭയങ്കരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഭയഭീതി ഉളവാക്കുന്നവൻ എന്നാണ്. ക്രിസ്തു സർവ്വഭൂമിയിലും രാജാവായി വാഴ്ച നടത്തുകയാണ്. ആ വിധത്തിൽ അവൻ സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുന്നതിന് മുമ്പായി അവനിവിടെ ദൈവത്തിനെതിരെയുള്ള ശത്രുതയും വിദ്വേഷവും അനീതിയും എല്ലാം ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ന്യായവിധിയിൽ വരുന്നതിൻ്റെ ഒരു
ആഘോഷമാണ് 46-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടത്. 47-ാം സങ്കീർത്തനത്തിൽ അവൻ്റെ രാജ്യത്വം സ്ഥിരമായിരിക്കുന്നതായും അവൻ ഭൂമിയിൽ ഭരണം നടത്തുന്നതായും നാം കാണുന്നു. 3-4 വാക്യങ്ങളിൽ അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തെരഞ്ഞെടുത്തു തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ സന്തോഷമുണ്ടായിരിക്കും. അത് എത്ര മനോഹരമായ ദിവസമായിരിക്കും. 5 മുതലുള്ള വാക്യങ്ങൾ, ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ദൈവം ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. അവൻ കയറി എന്നതിൻ്റെ അർത്ഥം മുമ്പ് അവൻ ഇറങ്ങി എന്നാണ്. 1900 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ താണിറങ്ങി വന്നു. അവൻ ബേത്ലഹേമിൽ ജനിച്ചു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായുള്ളത് അവൻ ഭൂമിയിൽ നിവർത്തിച്ചു. അനന്തരം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. 24-ാം സങ്കീർത്തനം അതിനെ സൂചിപ്പിക്കുന്നു എന്നത്രേ എൻ്റെ വിശ്വാസം. എന്നാൽ 47-ാം സങ്കീർത്തനത്തിൽ മറ്റൊരു ആരോഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ അവൻ തൻ്റെ രാജ്യം സ്ഥാപിച്ച ശേഷം അവൻ പുതിയ യെരുശലേമിലേക്ക് പോകുകയും വരികയും ചെയ്യും. പുതിയ യെരുശലേമിനും ഭൂമിക്കുമിടയിൽ നല്ല ഗമനവും ആഗമനവും ഉണ്ടാകും. കർത്താവ് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ആരോഹണം അവരോഹണവും ചെയ്തുകൊണ്ട് തൻ്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തും. തുടർന്ന് 48-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ്. ഭൂമിയിൽ മശിഹായുടെ ആത്യന്തികമായ വിജയം എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. 1000 ആണ്ട് വാഴ്ചയെ സൂചിപ്പിക്കുന്ന 3 സങ്കീർത്തനങ്ങളിൽ അവസാനത്തെ സങ്കീർത്തനമാണ് 48-ാം സങ്കീർത്തനം. മശിഹായുടെ അന്തിമവും പൂർണ്ണവുമായ വിജയം ആഘോഷിക്കുന്ന സങ്കീർത്തനമാണിത്. ഞാൻ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സിയോൻ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത് സിയോൻ കുന്നിനെയും വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് യെരുശലേമിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉത്തരഗിരി എന്ന് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഇത് വളരെ രസകരമായ ഒരു അവതരണമാണ്. ഈ ഭൂമിയിലേക്കുള്ള കയറ്റത്തെയും ഇറക്കത്തെയും കുറിച്ചായിരിക്കും ഇത് പറയുന്നത്. ഉത്തരദിക്കിനെ സാത്താനുമായുള്ള ആ ബന്ധത്തിൽ യെശയ്യാ പ്രവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഉത്തരദിക്കായിരിക്കും വഴിയായി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ മറിച്ചിടുവാനാണ് സാത്താൻ ആഗ്രഹിച്ചത്. ഈ ഭൂമിയിൽ അവസാനമായി നടക്കുവാനിരിക്കുന്ന വലിയ യുദ്ധത്തെയാണിത് സൂചിപ്പിക്കുന്നത്. 4-5 വാക്യങ്ങളിൽ, ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. 1000 ആണ്ടത്തെ സമാധാനത്തിന് ശേഷം സാത്താനെ കുറേ കാലത്തെ കഴിച്ചുവിടും. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കുകളിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇനി 48-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം നോക്കിക്കേ. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. തങ്ങളുടെ പ്രവാചകന്മാരിൽ നിന്ന് ജനം എല്ലാം ഇതിനെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെയും അക്ഷരികമായി നിവർത്തിക്കുക തന്നെ ചെയ്യും. അതവർ കാണും. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതും നൂറ്റാണ്ടുകളായി ഉറപ്പാക്കിക്കൊണ്ടിരുന്നതുമായ വിടുതൽ അവർക്ക് വരികയാണ്. അവസാനം അത് അവർ അനുഭവമാക്കും. 9-10 വാക്യങ്ങളിൽ, ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു.
ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. അതെ, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവർ തങ്ങളുടെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ദയയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. ഒരു സ്തുതിയോടും ആനന്ദത്തോടും കൂടെ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതായി നാം കാണുന്നു. 11 മുതൽ 14 വരെ. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. എത്ര മനോഹരമല്ലേ! ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും ആകുന്നു യെരുശലേമിന് ചുറ്റും നടക്കുന്നത്. അന്ന് അവർ ഓരോരുത്തരും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവവും ജീവൻ്റെ നായകനുമായവനെ സ്തുതിക്കും. അത് എത്ര മനോഹരമായ സ്തുതിയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. 49 സങ്കീർത്തനം കൂടി നമുക്ക് പഠിക്കാം. തങ്ങളുടെ സമ്പത്തിൽ ആശ്രയം വെക്കുന്നവരുടെ അവസാനമാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും കാര്യത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് നാം കണ്ടു. ദൈവം തന്നിൽ നിന്നും അകന്നവരും ദേശത്തിന് വെളിയിലുമുള്ള തൻ്റെ ജനത്തെ നടത്തുന്നു എന്ന് നാം കണ്ടുവല്ലോ. തൻ്റെ സ്വന്തം ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ മഹാപീഡന കാലത്ത് അവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. 49 സങ്കീർത്തനത്തിൽ ദുഷ്ടനെയും നീതിമാനെയും ദൈവം എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, ആ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. സമ്പത്തിൻ്റെ അനിശ്ചിതത്വത്തെയും ജീവിതത്തിൻ്റെ ക്ഷണഭങ്കുരതയെയും ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. നീതി അവസാനം വിജയിക്കും എന്ന് പറയുകയല്ല, നേരെ മറിച്ച് സമ്പത്തിൻ്റെ അനിശ്ചിതത്വത്തെ മാത്രമല്ല, തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയം വെക്കുന്നവരുടെ ആ അവസാനത്തെയും ഈ സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്നു. ഈ സങ്കീർത്തനം അല്പം വിപ്ലവാത്മകരമായ ഒരു ആശയം ഉൾക്കൊള്ളുന്നതായി നമുക്ക് തോന്നാം. എന്നാൽ ഇക്കാലത്ത് നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിഗണിക്കേണ്ടതായ ഒരു സങ്കീർത്തനം അത്രേ ഇത്. 49 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാനും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടി കേൾക്കുക എന്ന് വിളിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലും അടുത്ത സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാർ ചെയ്തിരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൻ്റെ 1 അധ്യായത്തിലും ഇത് തന്നെ നാം കാണുന്നത് അത്ര. ആവർത്തന പുസ്തകത്തിൽ ഇത് നാം കണ്ടു കഴിഞ്ഞു. വാഗ്ദത്ത ദേശം തൻ്റെ ജനത്തിന് നൽകുവാൻ ദൈവം തയ്യാറായപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ അവൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ചു. ദേശം അവർക്ക് കൊടുക്കുന്നു എന്നത് മാത്രമല്ല, അത് അവർക്കൊരു വ്യവസ്ഥയിന്മേലാണ് കൊടുക്കുന്നത് എന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഒരു ഗാനത്തിൻ്റെ ആ രൂപത്തിലാണ് അവരെ വിളിച്ചത് എന്ന് നാം കാണുന്നു. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മോശയുടെ പാട്ടിൻ്റെ ആരംഭമായിരുന്നു അത്. ഏത് വ്യവസ്ഥയിന്മേലാണ് ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്താക്കുന്നത് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനാണ് ഈ ഗാനങ്ങൾ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. 800 വർഷങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ ജനത്തെ അവരുടെ പാപം നിമിത്തം ദേശത്തു നിന്ന് പുറത്താക്കുവാൻ തയ്യാറാകുന്നു. യെശയ്യാപ്രവചനത്തിൽ വീണ്ടും ദൈവം തൻ്റെ ജനത്തെ ന്യായത്തിലും നീതിയിലും ദേശത്തു നിന്ന് പുറത്താക്കുന്നതിന് സാക്ഷ്യം വഹിപ്പാൻ വിളിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 1 അധ്യായത്തിൻ്റെ 2 വാക്യം. നമ്മെയും ഒരുപക്ഷെ പ്രയാസപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കുവാനാണ് ദൈവം ഇവിടെയും ആവശ്യപ്പെടുന്നത്. അത് ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. 5 വാക്യത്തിൽ നാം ആ ചോദ്യം കാണുന്നു. ഭയപ്പെടാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നാം തക്കത്തിൽ ഉപയോഗിക്കണം. ഭയം കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല എന്നോർക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളെ
സന്തോഷങ്ങളായി മാറ്റുവാൻ ദൈവം മതിയായവനാണ്. ഇന്ന് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ഇത് നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഒരുപക്ഷെ കോരഹപുത്രന്മാർ കടന്നുപോയതായ സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാകും. ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ പഠനം നിങ്ങൾക്ക് ഏറ്റവും അധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വേറൊരു സങ്കീർത്തനവുമായി ഒരുമിച്ച് കാണാം. അതുവരെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.